إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم قل هل ننبئكم بالأخسرين أعمالا الذين ضل سعيهم في الحياة الدنيا وهم يحسبون أنهم يحسنون صنعا സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മുത്തഖിയും മുഅ്മിനുമായി ജീവിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സത്യവിശ്വാസികൾ എന്ന നിലയിൽ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമെന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി മരിക്കണമെന്നും മരണാനന്തര ജീവിതത്തിൽ ഏകനായ സർവാധിനാഥനായ റബ്ബിനെ കണ്ടുമുട്ടണമെന്നും അങ്ങേയറ്റം ആഗ്രഹിക്കുന്നവരും സ്വപ്നം കാണുന്നവരുമാണ് നമ്മളെല്ലാവരും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അത് സാധ്യമാകണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് പരിശുദ്ധമായ ഖുർആൻ വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമുക്കെല്ലാവർക്കും സുപരിചിതമായൊരു വചനമാണ് ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി. തന്റെ റബ്ബിനെ കണ്ടുമുട്ടണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഫൽയഅമൽ അമലൻ സ്വാലിഹ, അവൻ സൽക്കർമ്മങ്ങൾ ചെയ്തു കൊള്ളട്ടെ. വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ, അവന്റെ റബ്ബിനെ ഇബാദത്ത് ചെയ്യുന്നതിൽ ഒരാളെയും പങ്കു ചേർക്കാതിരിക്കട്ടെ. അപ്പൊ ഇവിടെ പരലോകത്ത് നമ്മുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്യണം എന്നാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ഒരു കർമ്മം എപ്പോഴാണ് സൽക്കർമ്മമാകുന്നത്? രണ്ട് നിബന്ധനകളാണ് പരിശുദ്ധമായ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ വിശ്വസിച്ചുകൊണ്ട് അവന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്കെല്ലാം പറയുന്ന പേരാണ് സൽക്കർമ്മം. രണ്ടാമത്തത്,
അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക പിൻപറ്റിക്കൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നമുക്ക് തോന്നിയ പ്രവർത്തനങ്ങളല്ല, സമൂഹം പറയുന്ന പ്രവർത്തനങ്ങളല്ല, മഹല്ല് പറയുന്ന പ്രവർത്തനമല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ സ്ഥിരപ്പെട്ട പഠിപ്പിക്കപ്പെട്ട ഏറ്റവും ശരിയായ പ്രവർത്തനങ്ങൾ. അതാണ് നാളെ പരലോകത്ത് നമുക്ക് സ്വർഗം ലഭിക്കാനും റബ്ബിനെ കണ്ടുമുട്ടാനുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡമായി പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. ഖുർആൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഞാൻ ആദ്യം ഓതി വെച്ച ആയത്ത്. കുൽ നബിയെ ചോദിക്കണം, പഠിപ്പിച്ചു കൊടുക്കണം. ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാല. അമല് കൊണ്ട് നഷ്ടക്കാരായ ആളുകളെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? അല്ലദീന വല്ല സഅയ്യുഹും ഫിൽ ഹയാത്തി ദുനിയ. അവരൊരുപാട് അമലുകൾ ചെയ്യുന്നുണ്ട്, പക്ഷെ അവരുടെ അമലുകൾക്കൊന്നും പടച്ചോന്റെ അടുത്ത് യാതൊരു വിലയുണ്ടാവില്ല. അതെന്താ കാരണം? അവർ അള്ളാഹുവിന്റെ കൂലി പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക പിൻപറ്റിക്കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനമല്ല. ചില ആളുകൾ നിസ്കരിക്കുന്നു, അയാൾക്ക് തോന്നിയതുപോലെയാണ് നിസ്കരിക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നതുപോലെയല്ല. എന്നിട്ട് വീണ്ടും ഖുർആൻ പറയുന്നു, വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ. അവർ വിചാരിക്കുന്നു ഞങ്ങൾ ചെയ്യുന്നത് ഏറ്റവും നല്ല പ്രവർത്തനങ്ങളാണെന്ന് അവർ വിചാരിക്കുകയും ചെയ്യുന്നു എന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വീണ്ടും അള്ളാഹു ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം എന്താ അറിയോ? ഉലൈകല്ലദീന കഫറു ബിആയാതി റബ്ബിഹിം. അള്ളാഹുവിന്റെ ആയത്തുകളെ നിഷേധിക്കുന്ന ആളുകൾ, വലിഖാഇഹി, അവനെ കണ്ടുമുട്ടുന്നതും നിഷേധിക്കുന്ന ആളുകൾ, ഫഹബിതത് അഅമാലുഹും, അവരുടെ പ്രവർത്തനങ്ങളൊക്കെ നിഷ്ഫലമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുന്നവർ, രണ്ടു പറഞ്ഞെന്നറിയോ? അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതിനെ നിഷേധിക്കുന്നവർ, ഫഹബിതത് അഅമാലുഹും, അവരുടെ പ്രവർത്തനങ്ങൾക്ക് ഒരു വിലയുണ്ടാവില്ല. സത്യത്തിൽ നമ്മൾ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കാറുണ്ടോ? റബ്ബിനെ കണ്ടുമുട്ടുന്നതിനെ കുറിച്ചുള്ള ഒരു നല്ല ചിന്ത നമ്മുടെ മനസ്സിലുണ്ടോ? അത് നിഷേധിക്കലുണ്ടോ? നമ്മൾ ആലോചിച്ച് നോക്കണം. എങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ഒരു വിലയുണ്ടാവില്ല എന്നാണ്. ഈ പ്രവർത്തനങ്ങൾ നമുക്കുണ്ടെങ്കിൽ മാത്രമാണ് പരലോകത്ത് സ്വർഗം ലഭിക്കുകയുള്ളൂ, അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇനി അടുത്ത വാചകം എന്താ അറിയോ? ഫലാ നുഖീമു ലഹും യൗമൽ ഖിയാമത്തി വസ്ന. ഖിയാമത്ത് നാളിൽ നാം അവർക്ക് യാതൊരു തൂക്കവും അവർക്ക് നൽകുകയില്ല, ഒരു വിലയും നാം അവർക്ക് കൽപ്പിക്കുകയില്ല എന്ന് പറയുമ്പോൾ സത്യത്തിൽ സഹോദരങ്ങളെ, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഒരു അധര വ്യായാമമായി മാറിക്കൊണ്ടിരിക്കുകയാണോ? ഇതിനൊക്കെ റബ്ബിന്റെ കോടതിയിൽ നമുക്ക് പ്രതിഫലം കിട്ടുമോ എന്ന ചിന്ത നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാകേണ്ടതുണ്ട്. അപ്പൊ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നവർ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതുപോലെ പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നാണ് ഈ വചനങ്ങളൊക്കെയും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. എന്നാൽ ഇന്ന് സമൂഹത്തിൽ 3 ടൈപ്പ് ആളുകളെ നമുക്ക് കാണാം. ഒന്ന്, എല്ലാം നിഷേധിക്കുന്ന ആളുകൾ, ഒരു കർമ്മവും ചെയ്യാതെ എല്ലാം നിഷേധിക്കുന്ന ആളുകൾ. രണ്ടാമത്തെ വിഭാഗം ആളുകൾ ആരെന്നറിയോ? പ്രമാണങ്ങളിൽ പറയാത്തത് ചെയ്ത് ശീലിക്കുന്ന ആളുകൾ. അവർക്ക് പരിശുദ്ധ ഖുർആൻ എന്തു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തു പറഞ്ഞു എന്നൊന്നും അവർ പരിശോധിക്കൂല. അവർക്ക് തോന്നുന്നതൊക്കെ അവർ ദീനായി അവർ ആചരിക്കും. മൂന്നാമത്തെ വിഭാഗം ആളുകൾ ആരാണെന്നറിയോ? പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടു വന്ന പ്രവാചക മാതൃകയുള്ള കാര്യങ്ങളൊക്കെയും ചെയ്യുന്ന ആളുകളാണ് അവരെ എന്നാണ് പരിശുദ്ധമായ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളും വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത്. ഈ ആമുഖം മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ പ്രവേശിക്കാനിരിക്കുന്ന ഒരു മാസത്തെക്കുറിച്ച് നമ്മൾ ചില കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ഒന്ന്, നമ്മൾ ശഅബാൻ മാസത്തിലേക്ക് പ്രവേശിക്കാൻ നാളെ ഒന്നാണ്. ശഅബാൻ മാസത്തിന് 5 പ്രത്യേകതകൾ പറയുന്നുണ്ട് ഹദീസുകളിൽ. ഒന്ന്, കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന മാസമാണ് ശഅബാൻ മാസം. 2, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും കൂടുതൽ നോമ്പനുഷ്ഠിച്ച മാസമാണ്. ജനങ്ങൾ അശ്രദ്ധരാകുന്ന മാസമാണ്. റമദാനിലെ നഷ്ടമായ നോമ്പ് പൂർത്തീകരിക്കാനുള്ള അവസരമാണ്. റമദാനിലേക്ക് ഒരുങ്ങുവാനുള്ള മാസമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ മുന്നിൽ വെച്ചുകൊണ്ട് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ നോക്കൂ, നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നത് എല്ലാ ദിവസങ്ങളിലും ഉയർത്തപ്പെടുന്നുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, യതആഖബൂന ഫീകും മലായികത്തും ബില്ലൈലി വമലായികത്തും ബിന്നഹാർ. നിങ്ങളിൽ രാവും പകലും മാറി മാറി വരുന്ന മലക്കുകളുണ്ട്. അവർ പ്രഭാത നമസ്കാര വേളകളിലും അസർ നമസ്കാര വേളകളിലും അവർ ഒരുമിച്ച് കൂടുന്നു. ശേഷം നിങ്ങളുടെ കൂടെ കഴിച്ചു കൂട്ടിയിരുന്ന മലക്കുകൾ മുകളിലേക്ക് കയറിപ്പോവുകയാണ്.
ഫയസ്അലുഹും റബ്ബുഹും, അല്ലാഹ് അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. വഹു അഅലമു ബിഹിം, അവരുടെ കാര്യങ്ങളൊക്കെ റബ്ബിനറിയാം. എന്നിട്ടും അല്ലാഹ് അവരോട് ചോദിക്കുന്ന ചോദ്യം എന്താ അറിയാം? കൈഫ തറക്തും ഇബാദി, എന്റെ അടിമകൾ എന്ത് ചെയ്യുന്ന രീതിയിലാണ് നിങ്ങൾ അവരെ വിട്ടേച്ചു പോകുന്നത്? ഫയഖൂലൂൻ, അവര് പറയും, തറക്നാഹും വഹും യുസല്ലൂൻ വഅതൈനാഹും വഹും യുസല്ലൂൻ, ഞങ്ങൾ അവരെ വിട്ടേച്ചു പോകുമ്പോൾ അവർ നിസ്കരിക്കുന്നു, ഞങ്ങൾ അവരുടെ അടുക്കലേക്ക് ചെല്ലുമ്പോഴും അവർ നിസ്കരിക്കുന്നു. അപ്പൊ എല്ലാ ദിവസവും 2 സമയങ്ങളിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടുന്നുണ്ട്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന സുബഹിന്റെ സമയവും അസറിന്റെ സമയവും. ഈ 2 സമയങ്ങളിലും അള്ളാഹുവിന്റെ മലക്കുകൾ, അവർ അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് ചോദിക്കും, എന്റെ അടിമകൾ എന്താണ് അവരെ വിട്ടു പോകുമ്പോൾ അവർ ചെയ്യുന്നത്? അവർ നിസ്കരിക്കുന്നു. ഇനി അവരുടെ അടുക്കലേക്ക് ചെല്ലുമ്പോഴോ അവർ നിസ്കരിക്കുന്നു. അള്ളാഹു അവരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. മാത്രമല്ല, എല്ലാ ആഴ്ചകളിലും അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടുന്നുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്. തുഅറദുൽ അഅമാലു യൗമൽ ഇസ്നൈൻ വൽ ഖമീസ്, എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും അള്ളാഹുവിന്റെ മുമ്പിൽ പ്രവർത്തനങ്ങൾ പ്രദർശിപ്പിക്കപ്പെടുന്നു. ഫഉഹിബ്ബു അൻ യുഅറദ അമലി വഅന സായിമുൻ, എന്റെ പ്രവർത്തനങ്ങൾ ഞാൻ നോമ്പുകാരനായിരിക്കെ അള്ളാഹുവിന്റെ അടുക്കൽ പ്രദർശിപ്പിക്കപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് തിങ്കളാഴ്ച നോമ്പും വ്യാഴാഴ്ച നോമ്പും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകമായി പഠിപ്പിച്ചത്. കടന്നാലോചിച്ച് 2 ദിവസങ്ങളിൽ ആഴ്ചയിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടുന്നുണ്ട്. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഒരു ഹദീസ് കാണാം. ഉസാദമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, വഹുവ ശഹ്റുൻ, അതൊരു മാസമാണ്, തുർഫഉ ഫീഹിൽ അഅമാലു ഇലാ റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവിലേക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ ഉയർത്തപ്പെടുന്ന മാസമാണ് ശഅബാൻ മാസം. നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം അള്ളാഹുവിന്റെ അടുക്കലേക്ക് ഉയർത്തപ്പെടുന്നു. വർഷത്തിൽ കർമ്മങ്ങൾ സ്വീകരിക്കുന്ന മാസത്തിലാണ് നമ്മൾ ഉള്ളത് എന്ന ബോധമാണ് ഈ സമയത്ത്, ഈ സന്ദർഭത്തിൽ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്. നമ്മുടെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന ഈ മാസത്തിൽ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള പരിശ്രമമാണ് സത്യവിശ്വാസികളെ നമ്മൾ നടത്തേണ്ടത്. കാരണം നാളെ പരലോകത്ത് മീസാനിൽ കർമ്മങ്ങളുടെ രേഖ കനം തൂങ്ങിയാൽ മാത്രമേ നാളെ നമുക്ക് സ്വർഗ്ഗം ലഭിക്കുകയുള്ളൂ, നാളെ നമുക്ക് റബ്ബിനെ കണ്ടുമുട്ടാൻ കഴിയുകയുള്ളൂ. ഖുർആൻ പറയുന്നുണ്ട്, വൽ വസ്നു യൗമഇദിനിൽ ഹഖ്, നാളെ മീസാൻ എന്ന് പറയുന്നത് അത് ഹക്കാണ്, അത് സത്യമാണ്. എന്നിട്ട് ഖുർആൻ പറയുന്നു, ഫമൻ സഖുലത് മവാസീനുഹു, ആരുടെ മീസാനാണോ കനം തൂങ്ങുന്നത്, ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയിക്കുന്നവർ. എന്താണ് വിജയം? ആഗ്രഹിക്കുന്നത് ലഭിക്കലും ഭയപ്പെടുന്നതിൽ നിന്ന് രക്ഷ ലഭിക്കലുമാണ് വിജയിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഡെഫിനിഷൻ. അപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്ന എന്താണ്? സ്വർഗമാണ് ആഗ്രഹിക്കുന്നത്. അത് നമുക്ക് കിട്ടണം, അത് കിട്ടണം. അതിനെന്ത് വേണം? അമല് വേണം. വീണ്ടും ഖുർആൻ പറഞ്ഞു, വമൻ ഖഫ്ഫത് മവാസീനുഹു, ആരുടെ പ്രവർത്തനങ്ങളുടെ മീസാനാണോ കനം തൂങ്ങാത്തത്, ഫഉലൈക അല്ലദീന ഖസിറൂ അൻഫുസഹും, അവർ അവരുടെ നഫ്സിനെ തന്നെയാണ് നഷ്ടത്തിലാക്കിയിരിക്കുന്നത്. ബിമാ കാനൂ ബിആയാതിനാ യദ്ലിമൂൻ, പരിശുദ്ധ ഖുർആൻ പറയാൻ, ആരുടെ മീസാനാണോ കനം തൂങ്ങുന്നത് അവർക്ക് നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയശ്രീലാളിതരുടെ കൂട്ടത്തിൽ, വിജയത്തിന്റെ സോപാനത്തിൽ അവരെ ഒരുമിച്ച് കൂട്ടും. ആരുടെ അമലാണോ കുറഞ്ഞുപോയത് അവർ നഷ്ടക്കാരികളായിരിക്കുമെന്ന് പരിശുദ്ധമായ ഖുർആൻ. ഈ ആയത്തുകളെ വിശദീകരിക്കുന്നിടത്ത് സലഫുകൾ വിശദീകരിക്കുന്ന ഒരു വിശദീകരണമുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത്, അന്ന അഅമാലൽ ഇബാദി, അടിമകളുടെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് എല്ലാ ദിവസങ്ങളിലും അള്ളാഹുവിന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്നു. ആഴ്ചയിൽ 2 ദിവസങ്ങളിൽ നമ്മുടെ പ്രവർത്തനങ്ങളെ അള്ളാഹുവിന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്നു. അതേപോലെ തന്നെ വർഷത്തിൽ 1 ദിവസം, വർഷത്തിൽ 1 മാസത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്നു. അത് ശഅബാൻ മാസമാണ് എന്ന് ഈ ആയത്തുകളെ വിശദീകരിക്കുന്നിടത്ത് മഹാരഥന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ മാസത്തെക്കുറിച്ച് പറയുമ്പോൾ രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളമായി നോമ്പനുഷ്ഠിച്ച മാസമാണ് ഈ മാസം. അന്നുമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹാ ഖാലത്ത്, ലം യകുനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യസൂം, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പനുഷ്ഠിച്ചിട്ടില്ല അക്തറ മിൻ ശഅബാൻ,
ശഅബാനിനേക്കാളും മറ്റൊരു മാസം ഇത്ര അധികം നോമ്പ് റസൂലിന് അനുഷ്ഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ശഅബാൻ മാസത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും കൂടുതൽ സുന്നത്ത് നോമ്പ് എടുത്തത് എന്നാണ് ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഫഇന്നഹു കാന യസൂമുഹു ശഅബാന കുല്ല. ശഅബാൻ മാസത്തിൽ മുഴുവനും നബി തങ്ങൾ നോമ്പെടുത്തു. മുഴുവൻ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ അതിന്റെ ശറഹിൽ വിശദീകരിക്കുന്നത് കാണാം, ഭൂരിഭാഗം ദിവസങ്ങളിലും, മുഴുവൻ ദിവസങ്ങളിലും നോമ്പെടുക്കാൻ അത് റമദാനിൽ മാത്രമേ പറ്റുള്ളൂ, അത് മറ്റൊരു മാസത്ത് പറ്റൂല. എന്നാൽ ശഅബാൻ മാസത്തിലെ ഭൂരിഭാഗം ദിവസങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പെടുത്തിരുന്നു എന്ന് നമുക്ക് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നമ്മളെ പഠിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. അത് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ മാസത്തെക്കുറിച്ച് പറഞ്ഞ മൂന്നാമത്തെ കാര്യം, ദാലിക ശഹറുൻ, അതൊരു മാസമാണ്, യഗ്ഫുലുൻ നാസു അൻഹു ബൈന റജബിൻ വറമദാൻ, റജബിന്റെയും റമദാനിന്റെയും ഇടയിൽ ജനങ്ങൾ അശ്രദ്ധരായി പോകുന്ന മാസമാണ് ശഅബാൻ മാസമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വരാൻ പോകുന്ന റമദാൻ മാസം അതെല്ലാവർക്കും അറിയാം, അത് ഇബാദത്തിന്റെ മാസമാണ്, ആരാധനയുടെ മാസമാണ്, ഖുർആൻ പാരായണത്തിന്റെ മാസമാണ്, എല്ലാ നന്മകളുടെയും സദഖയുടെയും സക്കാത്തിന്റെയും ഒക്കെ മാസമായി കണക്കാക്കുന്ന മാസമാണ് റമദാൻ. എന്നാൽ ശഅബാനിന് മുമ്പുള്ള റജബ് അത് പവിത്രമായ മാസമാണ്, അതും ആളുകൾ പരിഗണിക്കും. എന്നാൽ അതിനിടയിലുള്ള ശഅബാനിനെ ആളുകൾ ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ശഅബാൻ മാസം ദിക്റുകളും ദുആകളും നമ്മൾ വർദ്ധിപ്പിക്കണം, വിശുദ്ധ ഖുർആനിന്റെ പാരായണങ്ങൾ നമ്മൾ വർദ്ധിപ്പിക്കണം. കാരണം സത്യവിശ്വാസികളെ കുറിച്ച് അല്ലാഹു പറഞ്ഞത്, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്, അവർ നന്മകളിൽ മത്സരിക്കുന്നവരാണ്, വയദ്ഊനനാ റഗബൻ വറഹബ, അവരാഗ്രഹത്തോടെയും ഭയപ്പാടോടെയും നമ്മളോട് പ്രാർത്ഥിക്കുന്നവരാണ്, വകാനൂ ലനാ ഖാശിഈൻ, അവർ ഭക്തി കാണിക്കുന്നവരാണ് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നന്മകളിൽ മത്സരിക്കാൻ, സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കാൻ, വിശുദ്ധ ഖുർആനിന്റെ പാരായണം അധികരിപ്പിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മഹാരഥന്മാരായ സലഫു സാലിഹ്യങ്ങളുടെ ചരിത്രം പഠിക്കുമ്പോൾ ചില ആളുകളുടെ ചരിത്രത്തിൽ പറയുന്നത്, അവർ അവരുടെ കച്ചവടമൊക്കെ മാറ്റിവെച്ച് വിശുദ്ധ ഖുർആനിന്റെ പാരായണത്തിന് വേണ്ടി ശഅബാൻ മാസത്തിൽ മാറിയിരിക്കുമെന്ന് വരെ പറയപ്പെട്ടിട്ടുണ്ട് അവരുടെ ചരിത്രങ്ങളിൽ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ മാസം മുതൽ ഇബാദത്തിന് വേണ്ടി നമ്മുടെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും തയ്യാറാകാൻ നമുക്ക് സാധിക്കണം. അതാണ് പരിശുദ്ധമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുഅ്മിനീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മുത്തഖിയും മുഅ്മിനുമായി ജീവിക്കണമെന്ന് ഒന്നുകൂടെ ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ശഅബാൻ മാസത്തിന്റെ 3 പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞു. 4ാമത്തെ പ്രത്യേകത, നഷ്ടമായ നോമ്പുകൾ നോറ്റുവീട്ടാനുള്ള ഒരവസരമാണ്. ഇപ്പൊ കഴിഞ്ഞ റമദാനിൽ നഷ്ടപ്പെട്ട നോമ്പുകൾ നോറ്റുവീട്ടാൻ ബാക്കിയുള്ളവൻ എന്ത് ചെയ്യണം? പരമാവധി ഈ മാസത്തോടുകൂടി അത് തീർക്കണം. ഇപ്പൊ നോമ്പ് നോറ്റുവിട്ടാനുണ്ടെങ്കിൽ ഏറ്റവും അടുത്ത സമയത്താണ്. ചില ആളുകളൊക്കെ വിചാരിക്കും അത് ശഅബാനിൽ നോറ്റുവിട്ടാം, അങ്ങനെ മാറ്റിവെക്കരുത്. നോമ്പ് നോറ്റുവിട്ടാനുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? പരമാവധി എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം? നോമ്പ് നോറ്റുവിട്ടണം. അങ്ങനെ സാധിക്കാതെ വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശഅബാൻ മാസത്തിൽ എന്ത് ചെയ്യാം? നോറ്റുവിട്ടാം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്ന ഹദീസിൽ ഇങ്ങനെയാണുള്ളത്, കാന യകൂനു അലയ്യ സൗമു മിൻ റമളാൻ, എനിക്ക് റമളാൻ മാസത്തിൽ നോമ്പെടുത്ത് വീട്ടാൻ നോമ്പുണ്ടായിരുന്നു. ഫമാ അസ്തതീഉ, എനിക്ക് സാധിക്കുമായിരുന്നില്ല, അൻ അഖ്ളിയ ഇല്ലാ ഫീ ശഅബാൻ, ശഅബാനിലല്ലാതെ എനിക്ക് നോറ്റ് വീട്ടാൻ സാധിക്കുമായിരുന്നില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ ഭാര്യ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയാണ്.
അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന ഭാര്യയാണ് ആയിഷ റളിയല്ലാഹു അൻഹ. അതുകൊണ്ട് തന്നെ നോമ്പെടുത്ത് വീട്ടാനുള്ള സൗകര്യങ്ങളും അവസരങ്ങളും അദ്ദേഹത്തിന് കുറവായിരുന്നു. അതുകൊണ്ടാണ് അവര് പറഞ്ഞത്, ഞാൻ ശഅബാൻ മാസത്തിലാണ്. ഇതിൽ പ്രയോഗിച്ച പ്രയോഗം നിങ്ങൾ ശ്രദ്ധിക്കണം. ഫമാ അസ്തതിഉ, എനിക്ക് സാധിച്ചിരുന്നില്ല, അൻ അഖ്ദിയ ഇല്ലാ ഫി ശഅബാൻ, ശഅബാനിലല്ലാതെ നോറ്റുവിട്ടാൻ എനിക്ക് സാധിച്ചിരുന്നില്ല. എനിക്ക് നോറ്റുവിട്ടാൻ സാധിക്കായിരുന്നെങ്കിൽ ശഅബാന്റെ മുമ്പ് തന്നെ ഞാൻ നോറ്റുവിട്ടുമായിരുന്നു. എനിക്ക് സാധിക്കാത്തത് കൊണ്ട് എന്താണ്, ഞാൻ ശഅബാനിലാണ് അത് നോറ്റുവിട്ടാറുണ്ടായിരുന്നത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശഅബാൻ നമുക്ക് നോമ്പ് നോറ്റുവിട്ടാനുള്ള, ഇനി ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് നോറ്റുവിട്ടാൻ ഈ സമയം നമ്മൾ ഉപയോഗപ്പെടുത്തണമെന്നാണ് ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. അത് മാത്രമല്ല, ശഅബാനിൽ ധാരാളം അനാചാരങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വ്യാപകമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശഅബാൻ മാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങൾ ആചരിച്ചു വരുന്ന ഒരുപാട് അനാചാരങ്ങളുണ്ട്. അതിനൊന്നും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയില്ല എന്ന കൃത്യമായ ബോധ്യവും നമുക്കുണ്ടാകണം. നമ്മൾ ആഗ്രഹിക്കുന്നത് സ്വർഗ്ഗം ലഭിക്കണം, നമ്മൾ ആഗ്രഹിക്കുന്നത് അള്ളാഹുവിനെ കണ്ടുമുട്ടണം. എങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം സൽക്കർമ്മമായിരിക്കണം. ഒരു കർമ്മം സൽക്കർമ്മമാകണമെങ്കിൽ ഇഖ്ലാസുള്ള പ്രവർത്തനമാകണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയുള്ള പ്രവർത്തനമാകണം. എന്നാൽ ഇന്ന് ശഅബാനിൽ, നമ്മുടെ നാട്ടിൽ ശഅബാൻ 15 ഒരു പ്രത്യേകമായൊരു നോമ്പ് നമ്മുടെ നാട്ടിൽ ആചരിക്കുന്നത് നമുക്ക് കാണാം. അത് ബറാഅത്ത് നോമ്പ് എന്ന പേരിലാണ് പൊതുവെ ആളുകൾ പറയുന്ന നോമ്പ്. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് യാതൊരുവിധ രേഖയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ശഅബാൻ മാസത്തിൽ പൊതുവെ നോമ്പ് പിടിക്കലും ശഅബാൻ മാസത്തിലെ ഭൂരിഭാഗം ദിവസങ്ങളിലും നോമ്പെടുക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച സുന്നത്താണ്. അത് നമ്മൾ മനസ്സിലാക്കിയതാണ്. അതേപോലെ തന്നെ എല്ലാ ഹിജറ മാസങ്ങളിലെയും അയ്യാമുൽ ബീദിന്റെ ദിവസങ്ങൾ, തിങ്കളും വ്യാഴവും നോമ്പ് നോക്കൽ, ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാണ്. ആ നിലക്കെല്ലാം ശഅബാനിൽ നമുക്ക് നോമ്പെടുക്കാം. എന്നാൽ ശഅബാൻ 15 ഒരു പ്രത്യേകമായൊരു ദിനമാണ്. ആ ദിനത്തിൽ നമ്മൾ പ്രത്യേകമായ നോമ്പെടുക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിലും പഠിപ്പിച്ചു തന്നിട്ടില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചിട്ടില്ല, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചിട്ടില്ല, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചിട്ടില്ല, അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചിട്ടില്ല. മഹാരഥന്മാരായ കിബാറു സഹാബത്തിന് ആർക്കും ഇത് പരിചയമില്ല. ഇനി മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ചില കള്ള ഹദീസുകളും ഇവർ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇദാ കാന ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, ശഅബാൻ പാതിയായാൽ ഫഖൂമു ലൈലഹ, ആ രാത്രിയിൽ നിങ്ങൾ നിസ്കരിക്കണം, വസൂമു നഹാറഹ, അതിന്റെ പകലിൽ നിങ്ങൾ നോമ്പെടുക്കണമെന്ന് ഇവർ ഹദീസുകൾ സമൂഹത്തിന് മുമ്പിൽ പറയാറുണ്ട്. എന്നാൽ ഇബ്നു മാജയാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ ഹദീസ് മൗദൂആയ ഹദീസാണ്, അഥവാ കെട്ടിച്ചമക്കപ്പെട്ട ഹദീസാണ്. ഇത് സ്വഹീഹായ ഹദീസല്ല എന്ന് മഹാരഥന്മാരായ മുഹദ്ദിസീങ്ങൾ, ഈ വിഷയത്തെക്കുറിച്ച് പറയുന്ന പണ്ഡിതന്മാർ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതേപോലെ തന്നെ ശഅബാൻ 15 രാവിലെ സ്വലാത്തുൽ അൽഫിയ എന്ന പേരിൽ ഒരു നിസ്കാരം നമ്മുടെ നാട്ടിൽ വ്യാപകമാണ്. അതിനെക്കുറിച്ച് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിക്കുന്നത് നമുക്ക് കാണാം. അസ്സലാത്തുൽ മഅറൂഫ ബിസ്വലാത്തിർ റഗായിബ് വഹിയ 12 റകഅതൻ തുസല്ലി ബൈനൽ മഗ്രിബി വൽ ഇശാഇ ലൈലത അവ്വല ജുമഅത്തിൻ ഫീ റജബ്. എന്നിട്ട് അദ്ദേഹം പറയാൻ, ആരാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി? രണ്ടാം ഷാഫി എന്ന പേരിലാണ് ഇമാം നബവി ഇമാം അറിയപ്പെടുന്നത്. മാത്രമല്ല, ഷാഫി മദ്ഹബിൽ ഒരു മസ്അല ചോദിച്ചാൽ, ഒരു മസ്അല വന്നാൽ അതിന്റെ അവസാന വാക്ക് പറയേണ്ടത് ഇമാം നബവിയും റാഫി തങ്ങളുമാണ്. ആ നബവി ഇമാം തങ്ങളാണ് പറയുന്നത്, വസലാത്തു ലൈലത്തി നിസ്ഫി ശഅബാൻ, ശഅബാൻ 15 100 റകഅ, 100 റകഅത്ത് നിസ്കരിക്കുന്ന ഒരു സമ്പ്രദായം നമ്മുടെ സമൂഹത്തിലുണ്ട്. വഹാത്താനി സലാത്താനി, അതേപോലെ തന്നെ സലാത്തുർ റഗായിബ് എന്ന പേരിൽ റജബ് മാസത്തിൽ നിസ്കരിക്കുന്ന ഒരു നിസ്കാരവുമുണ്ട്. ഈ 2 നമസ്കാരവും ബിദ്അത്താനി വമുൻകറാനി, ഇത് രണ്ടും ബിദ്അത്താണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതല്ല എന്ന്
വളരെ വ്യക്തമായി ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഈ മാസത്തിന് പ്രത്യേകതയുണ്ട്, ഈ മാസത്തിന് ഫളിലുണ്ട്. ഈ മാസത്തിൽ സുന്നത്ത് നോമ്പെടുക്കണം. ഈ മാസത്തിൽ അയ്യാമുൽ ബീദിലെ 3 ദിവസത്തെ നോമ്പ് നമ്മൾ എടുക്കണം. ഈ മാസത്തിലെ തിങ്കളും വ്യാഴവും നമ്മൾ നോമ്പെടുക്കണം. പരമാവധി വിശുദ്ധ ഖുർആനിന്റെ പാരായണം അധികരിപ്പിക്കണം. ദിക്റുകളും ദുആകളും അധികരിപ്പിക്കണം. നമ്മൾ റമദാനിന് വേണ്ടി മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഇബാദത്ത് കൊണ്ടും നമ്മൾ സജീവരാകേണ്ട മാസമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നതാണ്. അങ്ങനെ ഈ മാസത്തെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മളെല്ലാവരും വാർത്താമാധ്യമങ്ങളിലൂടെ അറിഞ്ഞതുപോലെ ബഹുമാന്യനായ കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റ് കൂടിയായ എം മുഹമ്മദ് മദനി മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ ജനാസ ഇന്ന് 4 മണിക്കാണ് മറവ് ചെയ്യുന്നത്. അള്ളാഹു പ്രിയപ്പെട്ട എൻ്റെ കൂടെ ഗുരുനാഥനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ പരലോക ജീവിതം ഏറ്റവും ഹൈറാക്കി കൊടുക്കുമാറാകട്ടെ. ജീവിതത്തിലെ ഏത് പരീക്ഷണങ്ങളിലും ഈമാനോടുകൂടി പിടിച്ചു നിൽക്കാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സമൂഹത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ജീവിതത്തിന്റെ ഏത് രംഗങ്ങളിലും ഈമാനോടുകൂടി പിടിച്ചു നിൽക്കാൻ, ഏത് പരീക്ഷണങ്ങളെയും പ്രതിബന്ധങ്ങളെയും അതിജീവിക്കാനുള്ള കരുത്ത് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മളിലെ രോഗികൾക്ക് അള്ളാഹു പൂർണ്ണ ശിഫാ പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك.